നമ്മുടെ മെഡിക്കൽ കോളേജിൽ ESI വിട്ടുകൊടുത്ത ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളോട് വിട്ടുകൊടുത്ത ഈ മെഡിക്കൽ കോളേജിന് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇവിടുത്തെ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. ESI മെഡിക്കൽ കോളേജ് സംവിധാനം ചെയ്തു കൊടുത്തപ്പോൾ പൂർണ്ണമായും എല്ലാ മുറികളും AC സംവിധാനത്തോടു കൂടിയാണ് ചെയ്തു കൊടുത്തത്. പക്ഷെ അത് പരിപാലിച്ച് നടപ്പിലാക്കാൻ ഇപ്പോൾ ഇവിടെ AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഡോക്ടർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് കേവലം 1 കോടി രൂപ ചെലവഴിച്ചാൽ പോലും AC പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഈ മെഡിക്കൽ കോളേജിന്റെ സൗകര്യം മാറ്റാൻ പറ്റും. AC ഇല്ലാത്തത് മൂലം വന്ന മാധ്യമ വാർത്ത ഈ മെഡിക്കൽ കോളേജിൽ 3 പേർ മരിച്ചു. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. ഈ വാർത്ത കണ്ടപ്പോഴത്തേക്കും എനിക്ക് BJP MLA ആയിട്ടുള്ള ഗോപകുമാർ, ചാത്തന്നൂർ MLA ആയിട്ടുള്ള ഗോപകുമാറിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരനെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് സംഭവം വേറൊന്നുമല്ല. ഞാൻ ആദ്യം സംഭവം എന്താണെന്നുള്ളത് ഒന്ന് പറയാം. ഗോപകുമാർ തന്റെ FB ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ രോഗികളും ആരോഗ്യ പ്രവർത്തകരും നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചാത്തന്നൂരിലെ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഉന്നയിക്കുകയും ഒപ്പം ആരോഗ്യമന്ത്രി ശ്രീ K മുരളീധരൻ ജിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തുകയും ചെയ്തു. കൊല്ലം ജില്ലയിലെയും ചാത്തന്നൂർ മണ്ഡലത്തിലെയും സാധാരണക്കാരുടെ ചികിത്സാ ആശ്രയ കേന്ദ്രമായ ഈ സ്ഥാപനത്തിന്റെ നിലവിലെ പ്രശ്നങ്ങളും ഭാവി വികസന ആവശ്യങ്ങളും വിശദമായി അവതരിപ്പിച്ചു. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങളും മുൻനിർത്തി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അനുകൂലമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി MRI സ്കാൻ സ്ഥാപിക്കാനും ഒഴിവുള്ള മുഴുവൻ മെഡിക്കൽ പാരാമെഡിക്കൽ തസ്തികകളും അടിയന്തരമായി നികത്താനും മന്ത്രി ഉറപ്പു നൽകി. ഏറെ നാളായി നിലച്ച നിലയിലായിരുന്ന ട്രോമ കെയർ യൂണിറ്റ് പുനരുജ്ജീവിപ്പിക്കുകയും കാത്ത് ലാബിന്റെ പ്രവർത്തനം കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. രോഗികളും പിമ്പുകാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന കേന്ദ്ര ശീതീകരണ സംവിധാനം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയുടെ ഭാവി വികസനം മുൻനിർത്തി 20 ഏക്കർ ഭൂമി കൂടി സർക്കാർ ഏറ്റെടുക്കുന്നതിനും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും രോഗികളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായുള്ള ഇടപെടലുകൾ ഇനിയും തുടരുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം ആവശ്യമായ ഇടപെടലുകൾ നടത്തി വിഷയത്തിൽ ഗൗരവമായ പരിഗണന നൽകിയ ആരോഗ്യമന്ത്രിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് BJP ചാത്തന്നൂർ MLA ആയിട്ടുള്ള BB ഗോപകുമാറാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ മുരളീധരൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ള ഒരു പോസ്റ്റാണ്. ഈ ഒരു പ്രശ്നത്തിൽ, അതായത് നമുക്കറിയാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ആ ഒരു അവസ്ഥ, അതാണ് ഇപ്പോൾ BB ഗോപകുമാർ ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന തോതിൽ മുരളീധരനെ അറിയിച്ചുകൊണ്ട്, അതായത് നിലവിലത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരനെ അറിയിച്ചുകൊണ്ട് അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ആശുപത്രിയിൽ മുരളീധരനെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ആ ആശുപത്രിക്ക് വേണ്ടി ചെയ്യുമെന്നും മുരളീധരൻ ഉറപ്പ് നൽകുന്ന തരത്തിലും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇടപെടലുകളും ഇപ്പോൾ നടത്തിയിരിക്കുന്നു. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ ഇടപെട്ടിരിക്കുന്നത് BJP MLA ആയിട്ടുള്ള ഗോപകുമാറാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആരോഗ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു ഇതുമില്ല. അതായത് സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ, സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് മുരളീധരന്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഇടപെടൽ ഈ പറയുന്ന രീതിയിൽ ഉണ്ടായി എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അത് വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അത് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇതിൽ ഇടപെട്ട ചാത്തന്നൂർ MLA ആയിട്ടുള്ള ഗോപകുമാറിനെയും അതോടൊപ്പം തന്നെ അതിനെ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പരിഗണന നൽകിയ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരനെയും. ഇതാണ് ശരിക്കും നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ചെയ്യാതെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല. രാഷ്ട്രീയം ഏത് തന്നെയായാലും നമ്മുടെ നാടിന്റെ ആവശ്യം, നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഇടപെട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമില്ല. അതിന് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ടുള്ള ഈ ഒരു നീക്കങ്ങൾ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒക്കെ തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയുന്നത്. അതിന് UDF എന്നോ BJP എന്നോ LDF എന്നോ ഒന്നും തന്നെ ഇല്ല. അത് ആര് ചെയ്താലും അതിനെ സ്വാഗതം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല രീതിയിലുമുള്ള കുരു പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതാ കണ്ടില്ലേ, BJPയും UDFും ഒറ്റക്കെട്ടാണ്, അവർ ഇതാ ഒന്നിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള പല തരത്തിലുമുള്ള കാര്യങ്ങൾ അവർ അടിച്ചിറക്കും. കാരണം അവരുടെ ഭരണകാലത്ത് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്. BJP MLA ആയിട്ടുള്ള ഗോപകുമാർ ഇടപെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കൊണ്ട് ഈ ഒരു നീക്കം നടത്തിച്ചത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണിതെന്ന് പറയുന്നത്. അവിടെ പല രീതിയിലുമുള്ള സർക്കാർ ആശുപത്രി പല രീതിയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് ഈ ഒരു തരത്തിൽ സ്വന്തം മണ്ഡലത്തിൽ നിന്നും ഒരു നീക്കം BJP MLA ആയിട്ടുള്ള ഗോപകുമാർ നടത്തിയതും അതിന് വേണ്ട വിധത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.